ഹായുടെ മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ? 1ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് അടിപൊളിയായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞിരുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊക്കെ പോയി കണ്ട് അടിപൊളിയാക്കി സെറ്റാക്കിയിട്ട് പരീക്ഷയ്ക്ക് ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങണേ. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി നമ്മുടെ ചാനൽ, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നുപോയി നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ. റെഡി? അപ്പോൾ നമ്മൾ നേരെ പോവാണ്. ഒന്നാമത്തത് ലിസൺ ആൻഡ് ഡു ആണ് അല്ലേ? ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ഷീ സേസ് അല്ലേ? ടീച്ചർ എന്താണോ പറയുന്നത് ആ സംഭവം എന്ത് ചെയ്യുക, നമ്മളോട് എഴുതാൻ വേണ്ടി പറയാം അല്ലേ? നമ്മൾ ചെയ്യാൻ വേണ്ടി പറയാം അല്ലേ? അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി 2ലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഡസ് ദ മങ്കി സേ അല്ലേ? മങ്കി എന്താ പറയുന്നത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമുക്ക് ഈ ഒരു ചിത്രം നമുക്ക് അറിയാലോടാ മക്കളെ, ഇല്ലേ? ഇത് നമ്മുടെ പാഠഭാഗത്തുള്ള ചിത്രമല്ലേ? ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നതാണ് ഈ ചിത്രം അല്ലേ? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് അല്ലേ? നോ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് കച്ചറ തന്നെയല്ലേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർ രണ്ടാളും അല്ലേ, ബസ്സും കാറും ഉണ്ടായിരുന്നു. ഈ ബസ്സും കാറും എന്ത് ചെയ്യാണ്? കൂട്ടിയിടിക്കുകയാണ് അല്ലേ? കൂട്ടിയിടിക്കുന്ന സംഭവമൊക്കെ നമുക്കറിയാം അല്ലേ? അതിനുശേഷം നമ്മളോട് ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് ദ ബസ് അല്ലേ? കുറച്ച് ടീം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് മങ്കി പറയാണ് നോ, ഇറ്റ് ഈസ് ദ കാർസ് എന്താണ് മിസ്റ്റേക്ക് അല്ലേ? കാർസ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നേരെ ആക്ടിവിറ്റി 3ലേക്ക് പോവാണ്. ഈസി ആയിരുന്നു ഇതൊക്കെ. ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് കളർ ആൻഡ് മാച്ച് ആണ് അല്ലേ? ലുക്ക് അറ്റ് ദ ഫോളോയിങ് ടേബിൾ, റീഡ് ആൻഡ് കളർ ദ പിക്ചേഴ്സ് സ്യൂട്ടബിളി, ഡ്രോ എ ലൈൻ ആൻഡ് ജോയിൻ ദം. അപ്പോൾ എ ഗ്രീൻ മാംഗോന് നേരെ വരച്ചു കൊടുക്കുക. മാംഗോന് വരച്ചു കൊടുത്താൽ പോരാ കേട്ടോ, അവിടെ കളറും കൂടെ ചെയ്യണം. പിന്നെ എ റെഡ് ബസ്, ഇപ്പോൾ ബസ്സിന് നേരെ വരച്ചു കൊടുക്കുക. റെഡ് കളർ ബസ്സിന് കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ബ്ലാക്ക് എലിഫന്റിന് നേരെ വരച്ചു കൊടുക്കുക. എലിഫന്റിന് ബ്ലാക്ക് കളർ കൊടുക്കുക. അതേപോലെ തന്നെ ബ്ലൂ ജീപ്പ്, അപ്പോൾ ബ്ലൂവിന് നേരെ വരച്ചു കൊടുക്കുക. എന്ത് ചെയ്യുക? പിന്നെ ബ്ലൂ ജീപ്പിന് നേരെ വരച്ചു കൊടുക്കുകയും ചെയ്യുക. ജീപ്പിന് ബ്ലൂ കളർ കൊടുക്കുകയും ചെയ്യുക അല്ലേ? റെഡി? കഴിഞ്ഞത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ്. റീഡ് ആൻഡ് കംപ്ലീറ്റ് ആണ് അല്ലേ? സെലക്ട് ഫ്രം ദ ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ് എന്നാണ് കൊടുത്തത്. ദ എലിഫന്റ് ഹാസ് എന്താണ്? ബിഗ് ഇയേഴ്സ് അല്ലെ? ബിഗ് ഇയേഴ്സ് അതാണ് അവിടെ വരുന്നത്. ഇവിടെ സൈഡിലുണ്ട് കൊടുത്ത്, അവിടെ നോക്കി എഴുതിയാൽ മാത്രം മതി. അടുത്തത് ദ ജിറാഫ് ഹാസ് എന്താ? ലോങ് ലെഗ്സ് അല്ലെ? ദ ജിറാഫ് ഹാസ് ലോങ് ലെഗ്സ് അല്ലേ? ലോങ് ലെഗ്സ്. ജിറാഫിന് വലിയ കാലുണ്ട്, നീളമുള്ള കാലുണ്ട്. അടുത്തത് നോക്ക്, ദ സ്പാരോ ഹാസ് സ്മോൾ ബീക്ക് അല്ലെ? സ്മോൾ ബീക്ക്, ചെറിയ കൊക്കല്ലേ? അടുത്ത നോക്ക്, അടുത്തത് ഇവിടെ നമുക്ക് അറിയാം അല്ലെ? ദ പാരറ്റ് ഹാസ് എ റിംഗ് അല്ലെ? കഴുത്തിലൊരു റിംഗ് ഇല്ലേ? ഉണ്ട്. അത് കഴിഞ്ഞ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ദ ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ് അല്ലേ? 3 വീൽസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട്, സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഇങ്ങോട്ട് എഴുതിയാൽ മതി. സിമ്പിൾ ആയിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുകയാണ്, അടുത്തതിലേക്ക് പോകുകയാണ്. നോക്കാം നമുക്ക് അല്ലേ? അടുത്ത് ആഡ് മോർ ലൈൻ ആണ് അല്ലേ? ആഡ് എ ലൈൻ. Listen to the teacher and sing after her. അല്ലേ? Car, small car, toot car, car blue car, runs on the road. Bus, big bus, honk bus, bus green bus, runs on the road. അല്ലേ? ഇനി അടുത്തത് ജീപ്പിൻ്റെതോ, ജീപ്പ് സ്മോൾ ജീപ്പ്, ടൂട്ട് ജീപ്പ്. എന്താ അവിടെ എഴുതി കൊടുക്കാനുള്ളത്? ജീപ്പ്, ബ്ലൂ ജീപ്പ് എന്ന് എഴുതാം. നിങ്ങൾ പഠിച്ച കളർ ആണെങ്കിൽ ഏതെങ്കിലും കളർ എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കുക. ബ്ലൂ ജീപ്പ് എഴുതാം, റെഡ് ജീപ്പ്. ഓക്കെ, റൺസ് ഓൺ ദ റോഡ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ എക്സാം ആയിരുന്നു. എല്ലാ മക്കൾക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നാളെ വരുന്ന ഇന്റഗ്രേഷൻ പരീക്ഷയിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങണം. നമ്മൾ അതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാണ്ട് പരീക്ഷയ്ക്ക് പോകരുത് കേട്ടോ. എന്തായാലും ആ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് വരുന്നതായിരിക്കും. അതൊക്കെ കണ്ട് ഉഷാറാക്കിയിട്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതി കൊടുക്കുക. നല്ല ഫുൾ മാർക്ക് എല്ലാ മക്കൾക്കും ഓണം എക്സാമിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. അടുത്തുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാടാ മക്കളെ.